ഹലോ. അപ്പോൾ ഒരു HP ലാപ്ടോപ്പ് ഉണ്ട്, ഇത് അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാ. അപ്പോൾ ഇതിപ്പോൾ വിഷ്വലൊക്കെ കറക്റ്റ് ആവുന്നൊരു പ്രതീക്ഷയാണ്. കുറേ വീഡിയോസ് ഒക്കെ ചെയ്തു. ഇനി ഓരോന്ന് ചെയ്തു വന്നപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പരിചയമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നലുണ്ട് എനിക്ക്. ഓക്കെ, ഇനി കഴിക്കണം. കഴിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യണം, പുതിയ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ Core i5 ആണ്. Core i5 AMD Radeon ഗ്രാഫിക്സ് ഉണ്ട്, 14 ഇഞ്ച്. ഈ മോഡ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇഞ്ച് പെട്ടെന്ന് കേടാവും. ആ ഒരു വിഷയം ഉണ്ടില്ലാത്ത. ഇത് അഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചഴിക്കണം. അങ്ങനൊരു വിഷയമാണ് ഇതിനകത്തുള്ളത്. അത് പിന്നെ അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഏത് ലാപ്ടോപ്പ് നമ്മൾ ഇത് അടക്കുമ്പോഴും തുറക്കുമ്പോഴും കുറച്ച് സപ്പോർട്ട് ചെയ്ത് മാത്രമേ നമ്മൾ തുറക്കുകയും അടക്കുകയും ചെയ്യുക. അപ്പോൾ അത് തന്നെ കുറച്ചുകൂടി സേഫ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളടുത്ത് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചേക്കും. ഒരിക്കലും ഈ തുറക്കാൻ വേണ്ടി എന്തായാലും ഒന്ന് ഓപ്പൺ ആക്കണമല്ലോ. അതിൻ്റെ അകത്തേക്ക് ആകെ അഡ്വൈസ് എന്ന് പറയുന്ന സംഭവം കണ്ടോ, ശ്രദ്ധിച്ചോളെ. പല അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് നമ്മളൊരിക്കലും ഇപ്പം ഇത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കരുത്. ഇവിടുന്ന് നമുക്ക് അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് ഒരു സംഭവമില്ല, ഇവിടുന്ന് ഇത് അഴിക്കുന്നത്. ഇവിടെ കുറച്ചൊരു ഗ്യാപ്പ് സ്ക്രൂ അയച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ആക്കി വെച്ചതിന് ശേഷം എടുത്തിട്ട് ഇവിടുന്ന് ആദ്യം തുടങ്ങും. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടുന്ന് അവസാനിപ്പിക്കുക. കാരണം അത് തുറന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവിടെ ഓപ്പൺ ആവും. പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് തുടങ്ങുന്ന മറ്റുള്ള വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും തന്നെ എൻ്റെ സംഭവം. ഇല്ലേ, ഈ പെട്ടെന്ന് ഇവിടെ ഡാമേജ് ആവും. അതുകൊണ്ട് അങ്ങനെ ഈ കണ്ടീഷനിൽ ഇങ്ങനെ തുറക്കടക്കുകയും ചെയ്യരുത്. ഓക്കെ, ആകെ ഒരു സ്ക്രൂ ഉള്ളൂ, കണ്ടില്ലേ? ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ബാക്കി 2 സ്ക്രൂവും ബോഡിയും വരുന്നതാണ്. അതുകൊണ്ട് ഡാമേജ് ആവും. അതുമാത്രമല്ല, ഇതിൻ്റെ കേബിളും കാര്യങ്ങളും സ്വിച്ചൊക്കെ വരുന്നത് ഈ ഹിഞ്ചിൻ്റെ ഭാഗത്താണ്. ഹിഞ്ചിൻ്റെ ഭാഗത്താണ് സംഭവം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ കണ്ടീഷനിൽ തുറക്കടക്കുകയും ചെയ്യരുത്, എക്സ്പീരിയൻസ് ഇല്ലാത്തവർ. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് മാറ്റാവുന്നതാണ്. ഹാർഡ് ഡിസ്ക് മാറ്റും. ഓക്കെ, ഓൾറെഡി ചേഞ്ച് ചെയ്തു, SSD വെച്ചിട്ടുണ്ട്. ഓക്കെ, സോക്കറ്റിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കവർ ചെയ്യണം. പറയുമ്പോൾ ആദ്യം ഇവിടെ BGM കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വൺ ബൈ സ്ക്രൂ. ഇതിൻ്റെ അടിയിലുള്ള സ്ക്രൂ മിക്കപ്പോഴും ശ്രദ്ധിക്കാറുണ്ടാവില്ല. അത് സീഡ് റോവിൻ്റെ അടിയിലാണ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോകരുത്. അതൊക്കെ ഞാൻ മെയിനായിട്ട് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ, സ്ക്രൂസൊക്കെ. ആ തുടക്കക്കാർ ഇതൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കും. നമുക്കിത് ഓൺ ചെയ്ത് ബൂട്ട് ചെയ്യാം. ഓൾറെഡി ന്യൂ ഹാർഡ് ഡിസ്ക് ആയതുകൊണ്ട് ഫ്ലാഷ് ഇങ്ങനെ ബൂട്ട് ചെയ്തോളും. ഞാനൊന്ന് പറഞ്ഞു തരുന്നുണ്ട്, പലർക്കും അറിയാൻ പറ്റുമായിരിക്കും, എന്നാലും കോൾ കാണാൻ പറ്റുന്നു തോന്നുന്നു. ഫ്ലാഷിൽ നിന്ന് ബൂട്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ. ശേഷം നെക്സ്റ്റ് അടിക്കുക, ഇൻസ്റ്റാൾ നൗ. സൂം ചെയ്യണം. കാണാൻ പറ്റുന്ന തോന്നുന്നു. അക്സെപ്റ്റ്, നെക്സ്റ്റ് ചെയ്യാം. ഒരു 240 GB ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. അത് വിൻഡോസ് റൺ ആവുന്നു. ഓക്കെ, ഫസ്റ്റ് സെറ്റപ്പ് ആണ്. ഇനി കംപ്ലീറ്റ് ചെയ്ത് 100% ആയി കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റാർട്ട് ആവും. ബാക്കിയുള്ളത് നോക്കാം. ഓക്കെ, ഏതാണ്ട് വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർ ഓഫീസ് ചെയ്യണം. പിന്നെ നോർമൽ ബേസിക് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഓൾറെഡി ഇതായിരുന്നു സംഭവം ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് മാറ്റി SSD ആക്കി. ഇതിൻ്റെ പെർഫോമൻസ് ഞാനിതൊന്ന് ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ആദ്യം എങ്ങനെയായിരുന്നു ഉള്ളത് ഞാൻ ഓൺ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ സംശയം. ഓൺ ചെയ്ത് നോക്കി, പക്ഷെ എന്നാലും എൻ്റെ പെർഫോമൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഏതെങ്കിലും കോമൺ ഏതെങ്കിലും പേര് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കോമൺ നെയിം കൊടുക്കുന്നതാണ്. ബൂട്ടബിൾ ഫ്ലാഷ് റിമൂവ് ചെയ്തു. ഓൾമോസ്റ്റ് ഇഷ്ടപ്പെടുന്ന പോയിട്ടുണ്ട്. അപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യാം. ഓഫ് ആയിട്ടുണ്ട്. ഓൺ കൗണ്ട് ചെയ്തോട്ടാം. 1 2 3 4 5 6 7 8 9 10. ഇപ്പോൾ നോട്ട് ചെയ്യുന്നോ അല്ല എന്നാണ് പറയണത്. നെറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആക്ടിവേറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാർഡ് ഡിസ്കും SSD തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.